On-the-job training. Under this method, training is imparted among the employees while they are engaged in their work. Here, the employees learn by doing. It includes job rotation, apprenticeship, coaching, committee assignments, etc. അപ്പം ട്രെയിനിങ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുക എന്താണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് ട്രെയിനിങ് നടത്തുന്നതിനാണ്. എന്ന് വെച്ചാൽ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് ട്രെയിനിങ് അഥവാ പരിശീലനം നൽകുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുക. അപ്പം ജോലിക്കൊപ്പം തന്നെയായിരിക്കും പരിശീലനം നടത്തുന്നത്. എന്ന് വെച്ചാൽ ജോലി നമ്മൾ ചെയ്യണം, അതൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരുകയും കൂടിയായിരിക്കും ചെയ്യുന്നത്. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ പറയുക. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വരുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. അതാണ് അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ ആയിട്ട് വരിക. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ലേണിംഗ് ബൈ ഡൂയിങ് ആയിരിക്കും, നമ്മൾ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ആൻഡ് അതിന്റെ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടത്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, അതൊക്കെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. അത് ഓരോ മെത്തേഡും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഓരോ മെത്തേഡ്സും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ് അഥവാ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അഥവാ ജോലിക്കൊപ്പം തന്നെയുള്ള ട്രെയിനിങ്ങിന്റെ ആദ്യത്തെ മെത്തേഡാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. അണ്ടർ ദിസ് മെത്തേഡ് both knowledge and skill in doing a particular job are imparted. Here, the trainee is put under the supervision of an experienced person in this field. This method is more suitable in electrical work, mining, etc. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു മുതിർന്ന ആളുടെ അഥവാ ഒരു സുപ്പീരിയർ അഥവാ ഒരു മുതിർന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ കീഴിൽ പരിശീലനം നൽകുന്നതിനെയാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു താരതമ്യേന ഒരു ലോങ് ടേം പീരീഡിലേക്കായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നൽകുക. അതുവഴി അവരിലുള്ള നോളജും സ്കിൽസും എല്ലാം നമ്മളിലേക്ക് ശേഷികളും എല്ലാം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നൽകുക. ഒരു 6 മാസത്തേക്കോ മുതൽ 1 വർഷത്തേക്ക് വരെയൊക്കെയാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന്റെ കാലാവധിയൊക്കെ. അപ്പം അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതോ ഒരു സുപ്പീരിയറിന്റെ കീഴിൽ നമ്മൾ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നതാണ്. ജോലി ചെയ്തുകൊണ്ട് തന്നെയുള്ള ട്രെയിനിങ്ങിനായിരിക്കും പോകുന്നത്. അതുവഴി അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും അവരുടെ സാങ്കേതികമായിട്ടുള്ള അറിവും ശേഷികളും ഒക്കെ നമ്മളിലേക്ക് ആ ട്രെയിനിങ് വഴി നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ് അഥവാ നമ്മളിലേക്കൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി 6 to 1 year ആണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം ലൈക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതല്ലാതെ പ്രാക്ടിക്കലായിട്ട് ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് നമുക്ക് ലഭിക്കുകയാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലൂടെ. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, മെഷീനിസ്റ്റ് അങ്ങനെയുള്ള എല്ലാത്തരം ജോലികൾക്കും ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും കൂടുതലായിട്ട് നൽകുന്നത്. കാരണം എന്താ, ഈ പ്ലംബർ, ഇലക്ട്രീഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഈസിലി നമുക്ക് കാണിച്ച് പ്രാക്ടിക്കലായിട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ മേഖലയിലുള്ള വർക്കുകളെല്ലാം അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പോലത്തെ ട്രെയിനിങ് കൊടുത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജൂടെ കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ട്രെയിനിങ് ലഭിക്കുന്നവർക്ക് ലൈക്ക് ഒരു സ്റ്റൈപ്പൻഡ് ഒക്കെ പോലെ ചിലപ്പോൾ ലഭിക്കാറുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ആനുകൂല്യങ്ങൾ, എന്തെങ്കിലും ക്യാഷ് കുറച്ച് കിട്ടുകയോ, അത് ലൈക്ക് നോർമലി കിട്ടുന്ന പൈസയുടെ അത്രയും കാശായിരിക്കില്ല കിട്ടുന്നത്, ഒരു ചെറിയ എമൗണ്ട് ഓഫ് പൈസ സ്റ്റൈപ്പൻഡ് ആയിട്ടൊക്കെ കിട്ടാറുണ്ട്. ഇതാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ അഥവാ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്നു. അവര് പ്രാക്ടിക്കലായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അവര് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്തു തരുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ പഠിപ്പിച്ചു തരുന്നു. അതുവഴി അവരുടെ സ്കിൽസും നോളജും എല്ലാം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. സെക്കൻഡ് മെത്തേഡ് കോച്ചിങ്. In this method, a senior manager guides and instructs the trainee as a coach. The coach periodically reviews the progress made by the trainees and suggests change if required. അപ്പം ലൈക്ക് ജോലി സംബന്ധമായിട്ടുള്ള ആ അറിവും അതിനു വേണ്ട സാമർഥ്യവും അങ്ങനെയുള്ളതെല്ലാം ഒരു കീഴ് ജീവനക്കാരന് ഒരു സൂപ്പർവൈസർ അല്ലെ ഒരു സുപ്പീരിയർ പകർന്നു കൊടുക്കുകയാണ് ഈ രീതിയിൽ ചെയ്യുക. അപ്പം ജോലി ചെയ്യുന്നതിന് പകരം അതിനെപ്പറ്റി പഠിപ്പിക്കുകയാണ് കൂടുതലായിട്ടും കോച്ചിങ്ങിൽ ചെയ്യുക. അപ്പം
നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് കോച്ചിങ് ക്ലാസ്സിന് പോവുക, അങ്ങനെയല്ല. അതില് കൃത്യമായിട്ട് നമ്മളെ പ്രാക്ടിക്കൽ ആയിട്ടല്ലായിരിക്കും, തിയററ്റിക്കൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയായിരിക്കും ചെയ്യുക. അഥവാ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളെ ജോലി ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അതിന് പകരം അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി തരികയാണ്, കൂടുതലായിട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുക കോച്ചിങ്ങില്. അപ്പം അതാണ് സെക്കൻഡ് മെത്തേഡ്, കോച്ചിങ്. ഇൻ ദിസ് മെത്തേഡ് എ സീനിയർ മാനേജർ ഗൈഡ്സ് ആൻഡ് ഇൻസ്ട്രക്ട്സ് ദ ട്രെയിനി ആസ് എ കോച്ച്. അപ്പോൾ ഒരു സീനിയർ മാനേജറോ അഥവാ നമ്മളുടെ ഒരു സൂപ്പർവൈസറോ സുപ്പീരിയറോ ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെയെല്ലാം പറഞ്ഞു തരികയാണ് കോച്ചിങ്ങിൽ ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ സെക്കൻഡ് മെത്തേഡാണ് കോച്ചിങ്. തേർഡ് മെത്തേഡ് വരുന്നത് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. Internship training. Internship training. A vocational institute enters into an agreement with a business enterprise to provide practical knowledge to its students. It is intended for providing practical experience to the students in their field. Example, MBA students undertake project work in business enterprises, engineering students to industrial enterprises, medical students to hospitals. Internship programs നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഈവൻ BEd ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് എൻ്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് കോളേജിൽ അവർ പറഞ്ഞു തന്നു, ഇനി ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ പോയി പഠിപ്പിച്ച് ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ടീച്ചിങ് എങ്ങനെയുണ്ട്, ലൈക്ക് എങ്ങനെയാണ് പിള്ളേരുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ഞങ്ങൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പം MBA സ്റ്റുഡൻസിനൊക്കെയാണ് പ്രോജക്ട് വർക്കിന്റെ ഭാഗമായിട്ട് ലൈക്ക് പല ബിസിനസ് എന്റർപ്രൈസസിലൊക്കെ പോയി ലൈക്ക് അവിടെ ജോലി ചെയ്യുന്നതോ അവിടെ അവർ പറയുന്നത് എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടാവും. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുണ്ടാവും, ലൈക്ക് അവരുടെ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസിൽ പോയി അവിടുത്തെ വർക്കൊക്കെ എങ്ങനെയാണ്. ഇപ്പം ഓരോ എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവും. മെഡിക്കൽ സ്റ്റുഡൻസിന് ഹോസ്പിറ്റൽസിൽ നമ്മൾ കാണാം, ലൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഹോസ്പിറ്റൽസിൽ വന്നിട്ട് ഡോക്ടേഴ്സിന്റെ കൂട്ടി സീനിയർ ഡോക്ടേഴ്സിന്റെ കൂട്ടിൽ വന്നിട്ട് എങ്ങനെയാണ് പേഷ്യൻസുമായിട്ട് ഇടപെടുന്നത് എന്നൊക്കെ പഠിക്കുന്നത്. അങ്ങനെ എല്ലാ ലൈക്ക് നമ്മൾ പഠിക്കുന്ന എല്ലാ ഇതിലും ഇന്റേൺഷിപ്പ് ട്രെയിനിങ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഒക്കെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് ആ പർട്ടിക്കുലർ കോളേജ് ഒരു ടൈപ്പ് ഉണ്ടാവും. അത് ലൈക്ക് അവര് ഇവിടുത്തെ സ്റ്റുഡൻസിനെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തോളാം എന്നുള്ള ഒരു കോൺട്രാക്റ്റോ അങ്ങനെ ഒരു നോർമലി അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാകും ഒരു ബിസിനസ് ഓർഗനൈസേഷനും വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷനും സ്കൂളുകളും അല്ലെ കോളേജുകളിലും ഒക്കെ തമ്മിൽ. അപ്പം അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നത് വഴി പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജും ആ ജോലിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഒക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയായിരിക്കും ജോലി എന്നൊക്കെ കൃത്യമായിട്ട് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റും. കാരണം അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം മെഡിക്കൽ സ്റ്റുഡൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവര് ഡോക്ടേഴ്സിനെ കുറിച്ച് നടന്ന് എങ്ങനെയാണ് ആ ഡോക്ടർ ഓരോന്ന് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ എന്ത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാം പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജും എക്സ്പീരിയൻസും ഒക്കെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രാക്ടിക്കൽ ആയിട്ട് എക്സ്പീരിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ലൈക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള നോളജ് അല്ല, പ്രായോഗികമായിട്ട് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആയിട്ട് ഓരോന്ന് അപ്ലൈ ചെയ്യുന്നത് എന്നതാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിൽ മെയിൻലി പറയുക. അപ്പം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും മെഡിക്കൽ സ്റ്റുഡൻസും MBA സ്റ്റുഡൻസും അങ്ങനെ എല്ലാവരും ഈവൻ BEdലും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ എല്ലാ കോഴ്സസും നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിൽ വരിക. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാസത്തേക്കായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ചത്തേക്കായിരിക്കും, അത് ഓരോ കോഴ്സ് അനുസരിച്ചായിരിക്കും. ഇപ്പം മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുക കുറെ നാളത്തേക്കായിരിക്കും. അവർക്ക് ലൈക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇത്ര നാള് ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ ഇപ്പം എന്താ പറയുക, ഇപ്പം ഞങ്ങളൊക്കെ MCOM പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് 2 ആഴ്ച മുതൽ 1 മാസം വരെ ട്രെയിനിങ് എടുത്താൽ മതി, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഓരോ കോഴ്സിനനുസരിച്ച് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ വ്യത്യാസമായിരിക്കും. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് നൽകുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സ്റ്റുഡൻസിലേക്ക് നൽകാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അത് കോളേജും ഏതെങ്കിലും ഒരു ബിസിനസ് എന്റർപ്രൈസോ ലൈക്ക് ഒരു എന്റർപ്രൈസും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, അവർ തമ്മിലുള്ള ഒരു ടൈപ്പിന്റെ ബേസിസിലായിരിക്കും ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പം അതാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഫോർത്ത് വൺ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ ആ രണ്ട് വേർഡ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ജോബ് എന്ന് പറഞ്ഞാൽ ജോലി, റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് മാറ്റി മാറ്റി പരീക്ഷിക്കുന്നതിനൊക്കെയാണ് റൊട്ടേഷൻ എന്ന് പറയുക. അപ്പം ആദ്യം നമ്മളെ ഒരു ജോലിയിലായിരിക്കും പ്ലേസ് ചെയ്യുക. ആ ജോലി നമ്മൾ അത്യാവശ്യം പഠിച്ച് അത് നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമ്പോൾ വേറൊരു ജോലിയിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യും. അപ്പൊ ആ PPT-യിലെ ആ ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം ഒരു ജോലിയിലായിരിക്കും പ്ലേസ് ചെയ്യുക, അത് കഴിയുമ്പോൾ നമ്മളെ അടുത്ത ജോലിയിലേക്ക് പ്ലേസ് ചെയ്യും. അപ്പൊ ആ ജോലിയിൽ ഉണ്ടായിരുന്ന ആളെ വേറെ ജോലിയിലേക്ക് പ്ലേസ് ചെയ്യും. അങ്ങനെ അങ്ങനെ എല്ലാ ജോലിയും ചെയ്യാൻ നമ്മളെ എക്വിപ്ഡ് ആക്കുകയാണ് ജോബ് റൊട്ടേഷനിലൂടെ ചെയ്യുക. അപ്പൊ ട്രെയിനികളെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജോലികളിലേക്ക് മാറ്റി 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 പരീക്ഷിക്കുന്നത് വഴി എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതന്നെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുക. The trainee is systematically shifted to various jobs so that he can gain the experience on each of them. അപ്പം എല്ലാ ജോലിയിലും എങ്ങനെയാണ് ആ എല്ലാ ജോലിയും ചെയ്യാനുള്ള കഴിവും എക്സ്പീരിയൻസും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജോലികളിലേക്കും ഷിഫ്റ്റ് ചെയ്ത് ഒരാളെ വിടുന്നതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുക. ഇതാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്ങിലെ 4 മെത്തേഡ്സ്. ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ മെയിൻ ആയിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്. ആദ്യത്തേത് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, രണ്ടാമത്തത് കോച്ചിങ്, മൂന്നാമത്തത് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, നാലാമത്തത് ജോബ് റൊട്ടേഷൻ. ഇത് 4മാണ് ഓൺ ദി ജോബ് ട്രെയിനിങ് അഥവാ നമ്മൾ ലേണിംഗ് വൈൽ ഡൂയിങ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിയിലെ 4 മെത്തേഡ്സ് ആണ്. ഇത് 4മാണ് മെയിൻ. ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. ഓഫ് ദി ജോബ് ട്രെയിനിങ് നമ്മൾ പഠിച്ചിരുന്നു. This is concerned with imparting training to the employees outside the actual workplace. The employees can concentrate on training alone since they are away from the workplace. Example, classroom lectures, conferences, case study methods, films, TV shows, etc. അപ്പം ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജോലി സ്ഥലത്തല്ല, ലൈക്ക് ജോലിക്കൊപ്പം അല്ല. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്ത സമയത്ത് ജോലിക്കൊപ്പം അല്ലാതെ ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ജോലി സ്ഥലത്തിന് പുറത്തായിരിക്കും ട്രെയിനിങ് ലഭിക്കുക. അപ്പം ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിന് പുറത്ത് ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുക. ഇതൊന്നും മെയിൻലി പറയുക ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്. ചെയ്യുന്നതിന് മുൻപ് പഠിക്കുന്നതിനെയാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുക. ഇത് മെയിൻലി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ സാധാരണ ഓൺ ദി ജോബ് ട്രെയിനിങ് ആണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അപ്പം ആൾക്കാർക്ക് ഒരു പ്രഷർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ജോലിയും തീർക്കണം, ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ അവൻ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് അവർക്ക് ഈ ജോലി തീർക്കണമല്ലോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. അപ്പം ഈ ഓഫ് ദി ജോബ് ട്രെയിനിങ് ആണെങ്കിൽ ജോലി വേറെ, ട്രെയിനിങ് വേറെ. അപ്പം ട്രെയിനിങ്ങിന്റെ സമയത്ത് ട്രെയിനിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ്. അവർക്കപ്പം വർക്കിനെ കുറിച്ചുള്ള ഒരു പ്രഷറും ഉണ്ടാകത്തില്ല. ട്രെയിനിങ്ങിനെ കുറിച്ച് മാത്രം അവർക്ക് ചിന്തിച്ചാൽ മതി. അപ്പൊ ട്രെയിനിങ്ങിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുക. അപ്പം ഇത് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്. ചെയ്യുന്നതിന് മുൻപ് പഠിക്കുന്നതിനെയാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുക. അതൊരു ബെറ്റർ വേ ആണെന്ന് പറയാൻ കാരണം അതില് രണ്ടും കൂടെ മാനേജ് ചെയ്യേണ്ട, എന്ന് വെച്ചാൽ ജോലിയും ട്രെയിനിങ്ങും കൂടെ മാനേജ് ചെയ്യേണ്ട. ട്രെയിനിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇതുകൊണ്ട് ആൾക്കാർ കൂടുതൽ എഫിഷ്യന്റ് ആകും. എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആൾക്കാർക്ക് എങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 6 പോയിന്റ്സ് ഉണ്ട്. ആദ്യത്തേത് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്, ഫിലിം ഷോസ്, കേസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബൽ ട്രെയിനിങ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഈ 6 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിൽ പഠിക്കാനുള്ളത്. ആദ്യത്തെ മെത്തേഡാണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു കൺവേ ഇൻഫർമേഷൻ, റൂൾസ്, പ്രൊസീജിയർ ആൻഡ് മെത്തേഡ്സ്. അപ്പം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലെ, ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈക്ക് ഒരു ക്ലാസ് റൂമിൽ വെച്ച് നടത്തുന്ന ലെക്ചേഴ്സും കോൺഫറൻസസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിവരമോ അല്ലെങ്കിൽ റൂൾസോ പ്രൊസീജിയേഴ്സോ മെത്തേഡ്സോ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂമിലിരുന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വന്ന എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡിനെയാണ് ക്ലാസ് റൂം ലെക്ചേഴ്സ്. ക്ലാസ് റൂമിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ ഓറൽ ആയിട്ടോ അഥവാ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ചോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ് എന്ന് പറയുന്നത്. ഓറൽ വിഷ്വൽ
എയ്ഡ്സ് ആണ് യൂഷ്വലി യൂസ് ചെയ്യാറ് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസിൽ. എന്ന് വെച്ചാൽ കാണാനും കേൾക്കാനും പറ്റുന്ന രീതികളിലുള്ള ഉപയോഗത്തിലൂടെ പഠിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊക്കെയാണ് PPT ഉപയോഗിച്ച് ക്ലാസ്സിൽ പഠിപ്പിക്കത്തില്ല. അപ്പൊ കാണാനും പറ്റും, ടീച്ചർ പറയുമ്പോൾ കേൾക്കാനും പറ്റും, അങ്ങനെ ഉള്ളതാകാം. അപ്പം ഓരോ ജോലിക്ക് അനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഓറൽ വിഷ്വൽ ആയിട്ടുള്ള ഇതോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ ട്രെയിനിങ് നടത്തുന്നത്. അപ്പം ആദ്യത്തെ പോയിന്റ് ആണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. അത് ഒരു ഇൻഫർമേഷനോ അഥവാ റൂൾസോ പ്രൊസീജിയേഴ്സോ മെത്തേഡ്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേ ആയിരിക്കും ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. സെക്കൻഡ് മെത്തേഡാണ് ഫിലിം ഷോസ്. ഫിലിം ഷോസ് ഇറ്റ് ക്യാൻ ബി യൂസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ത്രൂ ഡെമോൺസ്ട്രേഷൻ. ഫിലിം ഷോസിലൂടെ നമ്മൾക്ക് ക്ലാസ് റൂം ലെക്ചേഴ്സിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ലൈക്ക് ഓറലായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഫിലിം ഷോസിലാണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഓരോന്നും എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ചെറിയ ചെറിയ ഫിലിം ഷോസ് അഥവാ ചെറിയ ചെറിയ വീഡിയോസിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ജീവനക്കാർ പഠിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഓരോ ചെറിയ ഫിലിമുകളായിട്ടോ ഫിലിം ഷോസിന്റെ ഒക്കെ യൂസേജിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഫിലിം ഷോസിൽ. അപ്പം ലെക്ചേഴ്സും കോൺഫറൻസസും ഒക്കെ നടത്തുന്നതിനൊപ്പം തന്നെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്താൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് അത് എത്താനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ലൈക്ക് നമ്മൾ ഒരാൾ എത്ര പറഞ്ഞു കൊടുത്താലും കുറച്ച് ഒന്ന് നമ്മൾ കാണുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് അത് മാറും. കാരണം നമ്മൾ കുറച്ചുകൂടെ കാണുന്ന കാര്യം നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അതുകൊണ്ട് ഫിലിം ഷോസ് ഒരു എഫക്റ്റീവ് മെത്തേഡാണ്. അതിലൂടെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Third one, case study. Cases are actual experiences which managers confronted while discharging their duties. Trainees are asked to study the case and to determine the problems and their solutions. Case study എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ആക്ച്വൽ സിറ്റുവേഷനെ അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി എഴുതുന്നൊരു ലൈക്ക് ഒരു രേഖയാണ് കേസ്. അപ്പം ഒരു പരിശീലനം നേടുന്നവര് ഇത്തരം കേസുകളൊക്കെ പഠിച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഒരു റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയും. അതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തെ ഒന്ന് പഠിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസും അത് എന്താണ് പ്രശ്നം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ട് നൽകുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുക. അപ്പം കേസ് സ്റ്റഡിയിലൂടെ നമ്മൾക്ക് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താനും സാധിക്കും, എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് കേസ് സ്റ്റഡി നടത്തുന്നത്. അപ്പം കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ട്രെയിനീസിനെ ഒരു കേസ് പഠിച്ചിട്ട് അതിന് വേണ്ട സൊല്യൂഷൻസും അത് എന്താണ് കേസ്, എന്താണ് അതിൽ റിയൽ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ സൊല്യൂഷൻസ് എന്താണെന്ന് ഒന്ന് നോക്കാനും വേണ്ടിയിട്ടാണ് കേസ് സ്റ്റഡി മെയിൻലി നടത്തുന്നത്. അതാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കേസ് അഥവാ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എടുക്കുന്നു, ആ സിറ്റുവേഷനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നു, അതിൽ എന്താണ് പ്രോബ്ലംസ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നു, അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുക. അതാണ് തേർഡ് ആയിട്ട് വരുന്ന പോയിന്റ്. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ തേർഡ് പോയിന്റ് വരുന്നത് കേസ് സ്റ്റഡിയാണ്. ഫോർത്ത് പോയിന്റ് പറയുക കമ്പ്യൂട്ടർ മോഡലിംഗ്. With the help of computer programming, the realities of job are imitated and the trainees get an opportunity to familiarize the situation so that they will be able to minimize the mistakes in the real job situations. Example, a computer model can be used to test how safe the design of a car is in a crash, building demolition, etc. Building demolition കമ്പ്യൂട്ടർ മോഡലിംഗ് നമ്മൾ കണ്ടിരുന്നു. ആ ഫ്ലാറ്റ് പൊളിക്കുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ കണ്ടിരുന്നു, ടി വിയിലൊക്കെ എപ്പോഴും കാണാമായിരുന്നു. എങ്ങനെയാണ് ഫ്ലാറ്റ് പൊളിയുമ്പോൾ ലൈക്ക് ബിൽഡിംഗ് ഡിമോളിഷന്റെ സമയത്ത് എങ്ങനെയാണ് ഒരു ഫ്ലാറ്റിന്റെ കേസിൽ ഫ്ലാറ്റ് എങ്ങനെയാണ് പൊളിയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ടി വിയിൽ ആ സമയത്ത് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഒരു കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ച് ചെയ്ത ഒരു ബിൽഡിംഗ് ഡിമോളിഷന്റെ എക്സാമ്പിൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അതാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടറിന്റെ
കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന്റെ ഒക്കെ സഹായത്തോടെ യഥാർത്ഥ ഒരു സിറ്റുവേഷനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആക്ച്വൽ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എന്തൊക്കെയാണ് വരാവുന്ന തെറ്റുകൾ, നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് നടത്തുന്നത്. With the help of computer programs, the realities of the jobs are imitated. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന്റെ ഒക്കെ സഹായത്തോടെ യഥാർത്ഥ ജോലിയിൽ സംഭവിക്കാവുന്ന റിയാലിറ്റീസ് എന്ന് വെച്ചാൽ യഥാർത്ഥ ജോലിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അഥവാ അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അങ്ങനെ ഒരു കാര്യം വന്നാൽ എന്തൊക്കെയാണ് ശരിക്കും മിസ്റ്റേക്സ് ഒഴിവാക്കാനും തെറ്റുകൾ ഒഴിവാക്കാനും ലൈക്ക് ഇപ്പം കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ അങ്ങനെ നഷ്ടങ്ങളെല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിറ്റുവേഷനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ സഹായത്തോടെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തെയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുക. അപ്പം ബിൽഡിംഗ് ഡിമോളിഷന്റെ സമയത്ത് ഒരു കെട്ടിടം പൊളിക്കുന്നൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ച് എങ്ങനെയായിരിക്കും ആ കെട്ടിടം പൊളിച്ചാൽ എങ്ങനെയായിരിക്കും അത് താഴേക്ക് വീഴുന്നത്, അതുകൊണ്ട് ബാക്കി ചുറ്റുപാടുണ്ടാവുന്ന എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ, അങ്ങനെയെല്ലാം നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന്റെ സഹായത്തോടെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുക. Fifth point, vestibule training. Vestibule training. In this case, an actual work situation is created in a classroom. Employees use the same material and equipment for training. അപ്പം വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ ആളുകളെ ഒരേ തരം ജോലി പഠിപ്പിക്കുന്നതിന് ഒരേ സമയം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. എന്ന് വെച്ചാൽ ഒത്തിരി ആളുകളെ ഒരു കൂട്ടം ആളുകളെ ഒരേ ജോലി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ട്രെയിനിങ് ആണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുക. അപ്പം ജോലി സ്ഥലത്ത് തന്നെയായിരിക്കും ഇപ്പം ജോലി സ്ഥലത്ത് തന്നെ വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഒരു വെസ്റ്റിബ്യൂൾ സ്കൂളൊക്കെ ഉണ്ടാവാം. ഇപ്പം വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ വെസ്റ്റിബ്യൂൾ സ്കൂൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സ്കൂളുകളിലായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ കമ്പനിയിൽ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് ആയിട്ടൊരു സ്കൂളൊക്കെ ഉണ്ടാവാം, അവിടെ ആയിരിക്കും ട്രെയിനിങ് കൊടുക്കുക. അപ്പം എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാനും കൃത്യമായിട്ട് എങ്ങനെയായിരിക്കും റിയൽ ആയിട്ടുള്ള വർക്ക് സിറ്റുവേഷൻ തന്നെയായിരിക്കും ഈ ക്ലാസ് റൂമിലും കൊണ്ടുവരിക. അപ്പം ശരിക്കും ഒരു ജോലിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെയായിരിക്കും ഇവിടെയും ചെയ്യേണ്ടത്. അപ്പം ഒരു ജോലി സ്ഥലത്തുണ്ടാവുന്ന ശരിക്കുമുള്ള യഥാർത്ഥത്തിലുള്ള സാഹചര്യങ്ങൾ ഒക്കെ അനുകരിക്കുകയായിരിക്കും ഇവിടെ ചെയ്യുക. അപ്പം പരിശീലനം നേടുന്നവര് ജോലിയുടെ ടെൻഷനൊന്നും ഇല്ലാതെ ഈ പഠനത്തിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ ജോലിയിലും ചെയ്യേണ്ടത്. അതുകൊണ്ട് ആക്ച്വൽ വർക്ക് സിറ്റുവേഷനിലെ ഒരു ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുക. അപ്പം ജോലി സ്ഥലത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള ആ ജോലിയുടെ ഒരു പ്രഷറോ ഒന്നുമില്ല, ഒരു സമ്മർദ്ദവും ഇല്ലാതെ അവർക്ക് ഈ വെസ്റ്റിബ്യൂൾ സ്കൂളിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എങ്ങനെയായിരിക്കും ശരിക്കുമുള്ള ഒരു ജോബ് സിറ്റുവേഷൻ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ ജോലി ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ കുറെ ആളുകൾക്ക് ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച്, എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതിനെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുക. അപ്പൊ അവിടെ വർക്ക് സിറ്റുവേഷൻ തന്നെ, ജോലിയുടെ അതേ സിറ്റുവേഷൻ തന്നെ ഇവിടെയും ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ അനുകരിക്കുകയാണ് ചെയ്യുക. അപ്പം എംപ്ലോയീസ് ജോലിയുടെ സമയത്ത് ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസും എക്വിപ്മെന്റ്സും മെഷീൻസും ഒക്കെ ആയിരിക്കും ട്രെയിനിങ്ങിന്റെ സമയത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അത് രണ്ടും തമ്മിൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പഠിക്കാൻ സാധിക്കും. കാരണം അവര് ജോലിയിൽ ചെയ്യേണ്ട അതേ കാര്യങ്ങളും ശരിക്കും ഒറിജിനൽ സാധനങ്ങൾ വെച്ച് തന്നെയായിരിക്കും, കാരണം എക്സാക്ട്ലി സെയിം സാധനങ്ങൾ വെച്ച് തന്നെയായിരിക്കും അവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അവർക്ക് ഈസി ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൽ പറയുക. 6th പോയിന്റ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ക്രമീകൃത നിർദ്ദേശങ്ങൾ. This is a method of presenting a new subject to the trainees in a graded sequence, simple to complex. Trainees work through the programmed material by themselves at their own speed, and after each step test their comprehension by answering some questions. For programmed instruction ആണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിലെ ലാസ്റ്റ് പോയിന്റ്.
പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിലൂടെ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും, എന്നിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോവുക. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുക, അത് കഴിഞ്ഞിട്ടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പം എന്തെങ്കിലുമൊക്കെ പുതിയ സബ്ജക്ട്സ് പഠിക്കാനോ പുതിയ ഒരു പ്രത്യേക ആയിട്ടുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് യൂണിറ്റുകളായിട്ട്, ഇൻസ്ട്രക്ഷൻസിനെ കുറച്ച് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഓരോ യൂണിറ്റും നമ്മളുടെ സമയം അനുസരിച്ച് നമ്മളുടെ സ്പീഡ് അനുസരിച്ച് നമുക്ക് പഠിക്കാം. ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ച് അതിനുശേഷമായിരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഓരോ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ആൻസറുകളും അങ്ങനെയൊക്കെ ചെയ്ത് പൂരിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതുവഴി ആ ജോലി പഠിച്ചോ ഇല്ലയോ, അത് ഫെമിലിയർ ആയോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓരോ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ക്ലിയർ ആയെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ക്ലിയർ ആയെങ്കിൽ അടുത്ത യൂണിറ്റിലേക്ക് പോകാൻ പറ്റും, അടുത്ത സിമ്പിൾ യൂണിറ്റ്, അങ്ങനെ കോംപ്ലക്സ് യൂണിറ്റ് വരെ നമ്മളുടെ സ്പീഡിലും നമ്മളുടെ സമയം അനുസരിച്ച് പോകാൻ പറ്റുന്നതിനെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. അപ്പം പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ സ്പീഡിൽ ഓരോ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ സ്പീഡിനനുസരിച്ച് അവർക്ക് ഇപ്പം നന്നായിട്ട് പെട്ടെന്ന് പഠിച്ചു പോകുന്ന ആളാണ് സ്പീഡിൽ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പയ്യെ പഠിക്കുന്ന ആളാണെങ്കിൽ അതനുസരിച്ച് പയ്യെ ഓരോ സ്റ്റെപ്പും കഴിഞ്ഞ് അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്ത് അത് ക്ലിയർ ആയി അടുത്ത സ്റ്റെപ്പ് പഠിച്ച് അതിനെ കുറിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്ത് അങ്ങനെ ക്ലിയർ ആയി അങ്ങനെ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ പൊതുവെ ഒരു പുതിയ സബ്ജക്ട് പഠിക്കാനോ അഥവാ ഒരു പുതിയ സ്കില്ല് പഠിക്കാനോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം പഠിക്കുക, അതിൽ കഴിഞ്ഞിട്ടായിരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പം ഇതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അപ്പം ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ മെയിൻ ആയിട്ട് 6 മെത്തേഡ്സ് ആണ്. ആദ്യത്തത് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. അത് ക്ലാസ് റൂമിൽ ഇരുന്ന് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ച് ടീച്ചർ പഠിപ്പിക്കുന്നതിനെയാണ് പറയുക. രണ്ടാമത്തെ ഫിലിം ഷോസ് എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനെയാണ്. ഓരോ കാര്യങ്ങൾ ഒരു ഫിലിമിലൂടെയോ ഒരു വീഡിയോസിലൂടെയോ ഒക്കെ നമ്മളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്ന പഠിപ്പിക്കുന്നതിനെയാണ് ഫിലിം ഷോസ് എന്ന് പറയുക. തേർഡ് ആയിട്ട് കേസ് സ്റ്റഡീസ്. എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതും ആ പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കുന്നതും ഒക്കെയാണ് കേസ് സ്റ്റഡിയിൽ വരിക. നാലാമത്തത് കമ്പ്യൂട്ടർ മോഡലിംഗ്. അത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന്റെ സഹായത്തോടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പഠിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറയുക. അത് മെയിൻലി വരിക ഒരു ബിൽഡിംഗ് ഡിമോളിഷന്റെ സമയത്തൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് പൊളിക്കുന്ന സമയത്തൊക്കെയാണ് അത് എങ്ങനെയാണ് ബാക്കി ബിൽഡിങ്ങിനെ അഫക്ട് ചെയ്യാതെ പൊളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ മോഡലിങ്ങിലൂടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന്റെ സഹായത്തോടെ ചെയ്യുന്നതിനാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ. അഞ്ചാമത്തത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അതിൽ റിയൽ ആയിട്ടുള്ള ജോബ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സും മെഷീനറീസും ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ആറാമതായിട്ട് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പീഡിൽ നമ്മുടെ പേസിൽ അഥവാ നമ്മളുടെ സ്പീഡിൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അതിന്റെ ആൻസർ ചെയ്ത് അടുത്ത കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ ഓരോന്നും നമ്മളുടെ സ്പീഡിൽ പോകാൻ പറ്റുന്നതിനാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. അതിൽ കൂടുതലായിട്ട് സിമ്പിൾ കാര്യങ്ങൾ ആദ്യം പഠിച്ച് അതിൽ നിന്ന് കോംപ്ലക്സ് കാര്യങ്ങളിലേക്ക് പോകുന്നതിനെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. ഇത് 6 ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിലെ മെയിൻ ആയിട്ട് വരുന്ന മെത്തേഡ്സ്.